വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിള്ളയെയും കൂട്ടിക്കൊണ്ട് രാഘവൻ നായരാണെങ്കിൽ തങ്ങളുടെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ മുറ്റത്ത് നിന്ന് അത് കാണുമ്പോൾ രാഘവൻ നായർക്ക് ആകെപ്പാടെ അങ്ങ് സങ്കടമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ പിള്ളേ, എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ടുകൊണ്ട് ഈ വീടിൻ്റെ തെക്കേ മൂലയ്ക്ക് തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളത്. എന്ന് വെച്ചാൽ മരിക്കുമ്പോൾ അവിടെ തന്നെ അടക്കണം എന്നുള്ളത്. പക്ഷേ അതിപ്പോൾ വെറും ആഗ്രഹമായിട്ട് മാറിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ മനസ്സിൽ ഒരു വിങ്ങലാടോ, ഇത് നഷ്ടപ്പെടുമെന്ന് ഓർത്തല്ല, പക്ഷേ ഇതുണ്ടാക്കാൻ അന്ന് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ ഓർമ്മിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പതിയെ നടന്ന് ആ തിണ്ണയിലേക്ക് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയായിരുന്നു. പണ്ട് ഇതൊന്നും അല്ലായിരുന്നു വീട്, 2 മുറിയും ഒരു അടുക്കളയും മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീടുണ്ടാക്കിയ കഷ്ടപ്പാടിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് രാഘവൻ നായർ അങ്ങോട്ട് ആകെ സങ്കടപ്പെടുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നീട് ആളും ബഹളവും കാറും ഒക്കെയായി. അപ്പോൾ പിന്നെ സംസാരിക്കാനും സമയമില്ലാതെയായി. പിന്നെ ഭാമ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. അന്ന് മുതലാണ് എവിടെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ടായത്. ഞാൻ വെറും കാശുണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമായി മാറി. പക്ഷേ പിന്നീട് അന്ന് മുതലാണ് ഈ കുടുംബം എൻ്റെ കയ്യിൽ നിന്നും പോയത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാരിയോ നാരകോ എന്തോ ഉണ്ടല്ലോ, അത് പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട്, നാരി ഭരിക്കുന്നിടോ നാരകം നടുന്നിടോ മുടിയും എന്നുള്ളത്. അത് തന്നെയാണോ, കറക്റ്റാണ്, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ്. കൈവിട്ടു പോയ ജീവിതം കൈയെത്തി പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും കൈക്ക് അനക്കമില്ലാതായി പോയി. ഇവിടത്തേക്ക് അന്ന് എൻ്റെ അച്ഛന് ഞാൻ തറവാട്ട് വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതും. പക്ഷേ അന്ന് ഇവിടത്തേക്ക് വണ്ടിയൊന്നും വരില്ലായിരുന്നു. സാധനങ്ങളൊക്കെ തലച്ചുമടായിട്ടാണ് കൊണ്ടുവന്ന് വീടുണ്ടാക്കിയതൊക്കെ. പലപ്പോഴും കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നിട്ടുണ്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു മരവിപ്പാണ്. എന്നിട്ടെല്ലാം കൈവിട്ട് പോയില്ലേ, ഇതെല്ലാം കൂടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കൂടി ഭാമയാണെങ്കിൽ ഉപേന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അഴിയറ വെച്ചിട്ടില്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ വാടക വീട്, ചുരുണ്ടു മൂടാൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് പൊട്ടി കരയുകയാണ്. അത് കേൾക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന പിള്ളയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ലോറിയൊക്കെ ടയറൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ലോറിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് കയറാനായിട്ട് പോകുമ്പോൾ കമലിനെ ഓടിക്കൊണ്ട് ആശാനെ എന്നും പറഞ്ഞ് വരികയാണ്. അന്നേരം തങ്കച്ചനാണെങ്കിൽ 1-2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ നമ്പർ പോലും ഫോണിൽ സേവ് ചെയ്യാൻ കൊള്ളത്തില്ല, അടി കിട്ടുന്ന കേസുകളാണ്, അവന്മാരൊന്നും മുട്ടാനും കൊള്ളൂല, അടുക്കാനും കൊള്ളൂല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം പിണക്കണ്ടെന്ന് കരുതി ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് എന്നിങ്ങനെ കമലം പറയുമ്പോൾ യൂണിയൻ പ്രവർത്തനമെന്നും പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്ന പരിപാടിയാണ്, ഗുണ്ടായുസമാണ് അവന്മാർ നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തല്ല് കിട്ടാതെ തന്നെ കുറവാണ്, ചിലപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ വന്ന് ചാടും, അങ്ങോട്ട് കൊടുക്കുകയേ നിവർത്തിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കമലം പറയുകയാണ്, ചിലപ്പോൾ വിളിക്കുമ്പോഴൊക്കെ കാശുണ്ടാക്കുന്ന ഏർപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്, ആശാനെ ഒന്ന് കാണാനിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ ദേഷ്യം വരികയാണ്. വിഷ്ണു നിന്നുകൊണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാലേ നമ്മൾ അങ്ങ് എത്തൂല, സുബൈർക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ വിളിക്കും, തോട്ടത്തും മലയെന്നാണ് ചരക്കെടുക്കാനുള്ള, നീ മറന്നുപോയോ, കയറ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വിഷ്ണു കയറാനായിട്ട് പോകുമ്പോൾ കമലിനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ തങ്കച്ചനും കുറേ കൂട്ടുകാരും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അന്നേരം ദേ ആശാനേന്ന് ഇങ്ങനെ കമലം പറയുമ്പോൾ ഇവന്മാരിന്ന് വാങ്ങിച്ച് കൂട്ടിയിട്ടേ പോകൂ എന്നും പറഞ്ഞിട്ട് വിഷ്ണു നിൽക്കുകയാണ്. അലമ്പിന് നിൽക്കണ്ട, പിന്നെ എന്തെങ്കിലും ഒതുക്കി പറഞ്ഞു വിട്ടാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, തോട്ടത്തിൽ മലയിൽ അരമണിക്കൂറിനൊക്കെ എത്താനുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു നിൽക്കുകയാണ്. പക്ഷേ വരുന്ന തങ്കച്ചനാണെങ്കിൽ ആകെ ഒരു സ്നേഹഭാവത്തിലാണ്, ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ തോളിലേക്ക് ഇട്ടിട്ട് ആശാൻ്റെ ഒരു സഹായം വേണം എന്നൊക്കെ പറഞ്ഞ് വിനീതമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം കമലം മനസ്സിൽ കരുതുകയാണ്, ആശാൻ എന്നൊക്കെയാണല്ലോ, എന്തോ ഒരു ഏർപ്പാടുണ്ടല്ലോ എന്നിങ്ങനെ കരുതുന്നുണ്ട്. അന്നേരം വിഷ്ണുവും കരുതുന്നുണ്ട്, എന്തോ കുടുക്ക് വിദ്യയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്, വിഷ്ണു ഇങ്ങനെ ഉടായ്പ പരിപാടിയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം ആശാൻ്റെ ഒരു സഹായം വേണം. സഹായം എന്ന് വെച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ, അതെ നമുക്കൊരു ഓട്ടത്തിന് പോകാനുള്ളതാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് 2 മിനിറ്റ് മതി, പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളാണെങ്കിൽ ഇങ്ങനെ ലോറിക്കാർ ചിലപ്പോൾ അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്. പുത്തം കിട്ടുന്ന പിന്നെ കേസാണെങ്കിൽ അത് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്നിക്കുകയാണ് വേണ്ടത്. ഈ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് കഴിയുമ്പോൾ പ്രാരാബ്ദം എല്ലാമൊക്കെ ഉള്ളതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ഏകദേശമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അന്നേരം എന്നാലും തങ്കച്ചൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് ആശാനെ ഞാൻ
പറയുന്നത് തെറ്റാണെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കണം, ആ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് എടുത്താൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. കമലിനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സാധനം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആശാന് അത് പെട്ടെന്ന് മനസ്സിലായല്ലോ, ആശാൻ ഈ പണി മുന്നും ചെയ്തിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ആ തങ്കച്ചൻ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഈ പണി മാത്രമല്ല പല പണിയും ചെയ്തിട്ടുണ്ട്, നീ കാര്യത്തിലേക്ക് വാ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തേനിയിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത്. ഒരു 3-4 ഡ്രൈവർമാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ അപ്പോൾ അടവും തടവും അറിയാവുന്ന ആശാൻ കൂടി ഉണ്ടാവുന്ന നല്ലതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഒരു കുഞ്ഞു പോലും അറിയില്ല, ഇത് ചെവി അറിയാതെ കാര്യങ്ങൾ എത്തിച്ചാൽ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് അടവും തടവും മാത്രമല്ല ഒഴിവും അറിയാം, അതുകൊണ്ട് ഞാനില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് ഈ ലക്ഷങ്ങളുടെ കേസൊക്കെ പറയുന്നത്. അന്നേരം ഈ വണ്ടി എനിക്ക് തന്ന ഒരാളുണ്ട് സുബൈർക്ക്, അതുകൊണ്ട് അന്നം മുട്ടിക്കുന്ന ഒരു കേസും ഞാൻ ചെയ്തില്ല, ഞാൻ സത്യസന്ധമായിട്ടേ പണിയെടുക്കൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഒരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല, പിന്നെയല്ലേ സുബൈർക്ക എന്നിങ്ങനെ 10 ലിറ്റർ സാധനമുണ്ട്, കന്നാസ് അവിടെ എത്തിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ വിഷ്ണു ആകെ അങ്ങോട്ട് ചൂടാവുകയാണ്. അന്നേരം ഇല്ല, ഇതിന് ഞാനില്ല എന്നിങ്ങനെ വിഷ്ണു അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് വേറെ പണിയുണ്ട്, ഇത് ഞാൻ ചെയ്യുന്ന സമയത്തോളം സത്യസന്ധമായിട്ടേ ചെയ്യൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ തങ്കച്ചാന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം തങ്കച്ചാന്ന് വിളിച്ചാണ് വിഷ്ണു സംസാരിക്കുന്നത്. അന്നേരമാണ് കൂടെ നിന്ന ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങൾ നേതാവിനോട് ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും പേരെടുത്ത് വിളിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ്. അന്നേരം പറയുകയാണ്, ഓ നേതാവിനെ പോലെ തന്നെയല്ലേ അണികളും, അപ്പോൾ കൂടെ നിൽക്കുകയാണെങ്കിൽ അപ്പനെ കയറി ഇടാ പോടാന്നൊക്കെ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ ഒരു തരത്തിലും അടുപ്പിക്കാൻ നോക്കിയാലും അടുക്കില്ല അല്ലേ എന്നിങ്ങനെ തങ്കച്ചൻ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വിഷ്ണു പറയുന്നുണ്ട്, ദേ ഇപ്പോൾ ആശാനെന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ദേ നീ ആയി, പിന്നെ ഇടാ പോടായി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്നില്ല, ഞാൻ പോവുകയാണ്, എനിക്ക് ഒട്ടും സമയമില്ല, വഴക്കുണ്ടാക്കാനും തല്ലിനും ഒന്നും സമയമില്ല എന്നിങ്ങനെ പറയുമ്പോൾ, നിൻ്റെ ഈ വളയം പിടിപ്പ് ഞാൻ അധികകാലമൊന്നും നീണ്ടു പോവില്ല, നിൻ്റെ ഈ പണി പൂട്ടിക്കാനായിട്ട് എനിക്കറിയാം എന്നിങ്ങനെ തങ്കച്ചൻ പറയുമ്പോൾ, ആ പൂട്ട് തുറക്കാനുള്ള കള്ളപ്പൂട്ട് ഉണ്ടാക്കാനും എനിക്കറിയാം, നീ മെട കാണിക്കല്ലേ ഈ വിഷ്ണുവിൻ്റെ അടുത്ത്, ഞാൻ ആൾ പിശകാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോട്ടെ തങ്കച്ച എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് വണ്ടി കയറി പോവുകയാണ്. 2-3 വർഷം തങ്കച്ചൻ തടയുന്നുണ്ട്, പക്ഷേ വിഷ്ണു ഒന്നും കാര്യമാക്കുന്നില്ല. അതിനു മുന്നേ പറയുന്നുണ്ട്, ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ആളിനെ കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ, ഇങ്ങനെയാണെങ്കിൽ അതും വേണ്ടി വരും എന്ന് വിഷ്ണു പറയുമ്പോൾ ആദ്യം തങ്കച്ചൻ പേടിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഒരു തരത്തിലും അടുക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ തങ്കച്ചൻ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. വിഷ്ണു കമല വണ്ടി കയറുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം തങ്കച്ചൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് കമലം പറയുന്നുണ്ട്, അവനെ പിണക്കണ്ടായിരുന്നു, അവൻ എന്ത് തറ പരിപാടിയും ചെയ്യുമെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ജോലി ഇത്രയും കാലം ചെയ്യാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, അവൻ വരട്ടെ, അവൻ ഇതിൽ സ്പിരിറ്റ് കടത്താൻ നോക്കി അവൻ്റെ അണ്ണാക്കിൽ ഞാൻ സ്പിരിറ്റ് ഒഴിച്ച് കത്തിക്കുക തന്നെ ചെയ്യും, അവനിങ്ങനെ വരട്ടെ, നീ ധൈര്യമായിട്ടിരിക്കടാന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായരും പിള്ളയും വീട്ടുമുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. രാഘവൻ നായർ ആ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിനെ ചൂണ്ടി പറയുന്നുണ്ട്, ഇത് തനിക്കറിയാമോ, ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്, അച്ഛനറിയാതെ അമ്മ എടുത്ത് തന്നതാണ്, അന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു പിന്നീട് അതിന് ചൊട്ട പൊട്ടിയോ എന്നുള്ളത്. അപ്പോൾ പിന്നീട് അമ്മ പറഞ്ഞു അച്ഛൻ അറിയാമായിരുന്നു എന്നുള്ളത്, എല്ലാം അച്ഛൻ അറിയാമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ വിയർപ്പ് തന്നെയാണ് ഈ തെങ്ങും എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഇടോ തൂക്ക് മരത്തിലേക്ക് കയറുന്ന മുമ്പ് ഒരാഗ്രഹം താൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞ് ഒരു തെങ്ങേറ്റക്കാരനെ വിളിക്കുന്നുണ്ട്. രാജേഷ് എന്നൊരാളിനെ ഗേറ്റിൻ്റെ പുറത്തുണ്ടായിരുന്നു. പിള്ള വിളിക്കുന്നുണ്ട്, രാജേഷ് ഇനി കയറി വന്നു. തുടർന്ന് വന്നിട്ട് പിള്ള പറയുന്നുണ്ട്, ഇതിൽ കയറിയിട്ട് വെള്ളം കൂടുതലുള്ള കരിക്ക് നോക്കി ഇടാനായിട്ട് പറയുകയാണ്. അന്നേരം ഇയാളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാജേഷ്. അന്നേരം താൻ പേടിക്കുകയൊന്നും വേണ്ട, ഇതെൻ്റെ പാരമ്പര്യ സ്വത്ത് തന്നെയാണ്, ഇതിൽ നിന്നുണ്ടാകുന്ന എന്ത് പ്രശ്നവും ഞാൻ ഏറ്റോളാം എന്ന് പറയുമ്പോൾ അയാൾ തെങ്ങിൽ കയറി കരിക്ക് കൊലയോടെ വെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് അതിന് വെട്ടി ഈ രാഘവൻ നായർക്ക് കൊടുക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങ് കരച്ചിലുമൊക്കെ വരികയാണ്. എന്നിട്ട് അത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ വീടിൻ്റെ ഓരോ മൂലയ്ക്കും ഞാൻ നാട്ടിലുള്ള ഓരോ വൃക്ഷത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാകും, അതൊന്നും പുതുതലമുറയ്ക്ക് ആർക്കും മനസ്സിലാവില്ല, തനിക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് തന്നെയും കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. എന്നിട്ട് പിള്ളയ്ക്ക് കൂടി ഒരെണ്ണം കൊടുക്കാൻ പറയുമ്പോൾ അയാൾ പിള്ളയ്ക്ക് ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി പിന്നീട് ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകും, തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങ് പോകും, താൻ എൻ്റെ കൂടെ പിന്നാലെ അങ്ങ് വന്നേക്കണം കേട്ടോ, പിന്നെ എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞ് വീടുമൊക്കെ നോക്കി രാഘവൻ നായർ അങ്ങ് പൊട്ടി കരയുകയാണ്. പിള്ളയും കരയുന്നുണ്ട്, ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളയും കരയുകയാണ്.
ഇതേ സമയമാണെങ്കിൽ സത്യഭാമ വീട്ടിൽ ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ പൊന്നി വെളി വന്ന് സത്യാമ്മയെ സത്യാമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മ ഒന്ന് വാതിൽ തുറക്കുകയാണ്. അന്നേരം നീ ഇത്ര നേരത്തെ ഇങ്ങ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സഹായത്തിന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്, ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക എന്ന് പറയുകയാണ്. അന്നേരം ശാന്തയാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കുകയാണ്. ഭാമയ്ക്ക് പെട്ടെന്ന് പിടി കിട്ടുന്നില്ല. അന്നേരം ആളെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നല്ല പരിചയമുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ കുടുംബശ്രീയിലെ മെയിൻ കുക്കാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അങ്ങോട്ടത്തേക്കില്ല ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ശാരദയുടെ ഹോട്ടലിലെ ജോലിക്കാരി അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശാന്ത പക്ഷേ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ജോലിക്കാരി എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല സത്യാമ്മേ, പിന്നെ ഞാൻ തോളോട് തോൾ ചേർന്ന് ഈ കുടുംബശ്രീ ഹോട്ടൽ ഇന്നത്തെ നിലയിലേക്ക് എത്തിയ ഞാനും കൂടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് എന്നെ അവിടെ നിന്നും അടിച്ച് പുറത്താക്കിയത്, ഇറക്കി വിട്ടത് എന്നിങ്ങനെ ശാന്ത സംസാരിക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഈ പിള്ള പറഞ്ഞു കൊടുത്തൊരു ഐഡിയ മാത്രമാണ് ശാരദാമ്മയോട്. അതായത് ശാരദാമ്മ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഭാമ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ശാരദാമ്മയോട് പിണങ്ങിയിട്ട് ഇവിടെ വരുന്നു എന്നുള്ള രീതിക്ക് വരുമ്പോൾ സത്യഭാമ എന്തായാലും കയറ്റുമല്ലോ. പണ്ട് ശാരീരിക അവിടെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ രാജി ശാരദാമ്മ പറഞ്ഞു വിട്ടല്ലോ. അതുപോലെ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ പിള്ള വന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ സത്യഭാമ നിർത്തുകയാണ് ചെയ്യുന്നത്. ശാരദ പിരിച്ചുവിട്ട ജോലിക്കാരിക്ക് പൈസയും തന്നില്ലെങ്കിൽ നിൽക്കാമെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാമ കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയാണ് ലേല ദിവസം വരുന്നത്. വസുമതി അവിടെ വന്ന് രണ്ടുപേരുടെ ലേലത്തിൽ പിടിക്കാൻ പോകുന്ന കഥയൊക്കെ പറയുന്നത്. പിന്നീട് രോഹിത് സുസ്മിത തന്നെ ആയിരിക്കാം ലേലം പിടിക്കുന്നത്, രോഹിത്തിന് കൊടുക്കുന്നതും. രോഹിത്തൊക്കെ കേക്ക് മുറിച്ച് ആഘോഷമൊക്കെ നടത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ ആരോ സ്വപ്നം കാണുന്നതാണെന്ന് തോന്നുന്നു. രോഹിതയും സുസ്മിതയും തമ്മിലുള്ളൊരു കല്യാണ സീനിൻ്റെ ഒരു പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും ശ്യാമ സ്വപ്നം കാണുന്നതായിരിക്കും. അപ്പോൾ വീടൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ഇനി സുസ്മിതയെ കല്യാണം കഴിച്ച് ജീവിക്കുമെന്നുള്ളത്. അങ്ങനെ ആയിരിക്കാം ശ്യാമ വീണ്ടും രോഹിത്തിനോട് സംസാരിക്കാൻ വരുമ്പോൾ രോഹിത് എന്തോ ഒരു ഡിമാൻഡ് വയ്ക്കുന്നതൊക്കെ. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിലും മഹാ എപ്പിസോഡുകളിലും ഒക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.